അന്തസ്സുള്ള സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലയല്ല സിനിമ എന്ന് തെളിഞ്ഞില്ല എന്നാണ് നെഗറ്റീവ് കമൻസ് വരുന്നത്. ആകെ മൊത്തം അങ്ങനത്തെയുള്ള കമൻസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പുരുഷാരം. ഇവിടെയാണ് നമ്മൾ ഇതെങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനകത്തുനിന്ന് ഈ വിഷയത്തെ നമ്മൾ കൃത്യമായി അവതരിപ്പിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അന്തസ്സുള്ള ഒരിടമല്ല എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ആസ് എ ഇൻഡസ്ട്രി, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഇതൊരു തൊഴിലിടം എന്നുള്ള രീതിയിൽ ഇതിനെ കാണാനും അതിൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും തക്ക മാനസിക ശേഷിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താ പദ്ധതിയുള്ള ഒരു സമൂഹം നമുക്കില്ല. രണ്ടാമത്, സ്ത്രീ എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റി ആണെന്നോ അത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമ്മളുടെ സിനിമകളുടെ പോർട്രേറ്റിൻ്റെയും കൂടി പ്രശ്നങ്ങളുണ്ട്. ഈ സെക്സ് ജോക്കുകൾ എല്ലാതും ഒരു റേപ്പ് കൾച്ചർ ഉണ്ട് എന്ന് നമുക്ക് പോലും അറിയില്ല. കാരണം സ്ത്രീകളെ ഇഞ്ചോട് ഇഞ്ച് ഉപഭോഗ വസ്തുവായി മാത്രം കൊണ്ടാടുന്ന ഒരു ഇൻഡസ്ട്രിക്ക് അകത്തും കൂടിയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു പൊതുബോധം എന്താണെന്നുള്ളതാണ്. ഒന്നിത് സ്ത്രീയുടെ തൊഴിലിടമായിട്ട് കാണണമെങ്കിൽ ഇതിനകത്ത് തൊഴിൽ നിയമങ്ങളും തൊഴിൽ റെഗുലേഷൻസും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നണം. അപ്പോൾ ഇതങ്ങനെ അല്ല എന്നുള്ളൊരു ബോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് സ്ത്രീക്ക് പറ്റിയതല്ല എന്നിവർ പറയുന്നത്. അപ്പം ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പം ഇന്ന് കൽക്കട്ടയിൽ ജോലിക്ക് പോയ ഒരു ഡോക്ടർ ബ്രൂട്ടലി മർഡറായി. അപ്പം ഇപ്പോൾ പറയുന്നത് റേപ്പല്ല, അത് പ്രതികാരം തീർന്നതാണ്. അപ്പോൾ ഇവരുടെ അടുത്ത ചോദ്യം എന്താണ്? സ്ത്രീക്ക് പറ്റിയ ഇടമല്ല മെഡിക്കൽ ഫീൽഡ് എന്നാണോ ഇനി ഇവർ പറയാൻ പോകുന്നത്? ഇന്ത്യയിൽ ശരാശരി 10 ദളിത് സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇവരുടെ ആൻസർ എന്താണ്? ദളിത് സ്ത്രീകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അർഹരല്ല എന്നാണോ ഇനി ഇവർ പറയാൻ പോകുന്നത്? അപ്പോൾ ഇതിന് ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങളെ നമ്മളിനി ആൻസർ ചെയ്യാൻ സ്ത്രീകൾ തയ്യാറല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. ആ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവൾക്ക് അവളുടെ അഭിമാനം വ്രണപ്പെടുന്ന വിധത്തിൽ അല്ലെങ്കിൽ സെക്ഷൽ ഫേവർ ആവശ്യപ്പെടുന്ന വിധത്തിൽ സംവിധാനങ്ങൾ വരരുത്, അത് മാറണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രയോറിറ്റി നമ്മളെ നോ പറയാൻ പഠിപ്പിക്കലല്ല, സ്ത്രീക്ക് ജോലി ചെയ്യുന്ന ഓരോ ഇടത്തിലും നോ പറയേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാതിരിക്കൽ തന്നെയാണ് ഒരു ആധുനിക സമൂഹം ചെയ്യേണ്ടത് എന്നുള്ള പാഠമാണ് ഇനി നമ്മൾ പഠിപ്പിക്കേണ്ടത്. മറിച്ചുള്ള ഒരു വർത്താനം ഒരു നറേറ്റീവും കേൾക്കാൻ നമ്മൾ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം അടക്കം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ അതൊരു വലിയ വിജയമാണ്. കാരണം ഒരു പ്രോസസ്സിന്, ഒരു തോട്ട് പ്രോസസ്സിനെ തന്നെ അട്ടിമറിക്കുന്ന ഒരു സംഗതികളാണ് നടന്നത്. അപ്പോൾ ഇവിടെ അപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം സ്ത്രീകളെ കാണുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ്? യഥാർത്ഥത്തിൽ മനുഷ്യബന്ധങ്ങളിൽ സാധ്യമാവേണ്ട പ്രണയവും സെക്സും സാധ്യമല്ലാത്ത രീതിയിൽ സെക്സിനെ നമ്മളൊരു ക്രിമിനൽ ടൂളായിട്ട് നിർത്തുന്നു എന്നൊരു അപകടം കൂടെ നമ്മൾ ചെയ്തു വയ്ക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന്, ഇത്തരത്തിലുള്ള ഒരു വോയറിസ്റ്റിക് ഇക്കിളിപ്പെടുത്തലുകളിൽ മാത്രമായിട്ട് ചർച്ച ഒതുങ്ങി പോകുന്നുണ്ട്. കാതലായ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിനകത്ത് 100 കണക്കിന് മനുഷ്യർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സിനിമ ഒരു നടനെ കണ്ട് മാത്രം ഒന്നുമല്ല ഉണ്ടാവുന്നത്. കോടികൾ ചിലപ്പോൾ അയാളായിരിക്കും വാങ്ങുന്നത്. മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മേ ബി 75 മേലെ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതൊക്കെ ന്യായമായ കാര്യമല്ല, അന്യായമായ ഒരു കാര്യം അവിടെ നടക്കുമ്പോൾ ഈ സിനിമ രൂപപ്പെടുന്നതിൽ ഒത്തിരി മനുഷ്യൻ്റെ അധ്വാനങ്ങളുണ്ട്. ഈ അധ്വാനങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും കൂടിയാണ് ഇനി നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. ഇവർക്ക് എന്ത് തരത്തിലുള്ള ക്ഷേമമാണ് ഉറപ്പാക്കുന്നത്? ഇവരുടെ സ്വാസ്ഥ്യം വെച്ചാൽ പണിയെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്രമം കൂടി വേണം. അപ്പം മലയാളം ഇൻഡസ്ട്രിയുടെ പണിയെടുപ്പിക്കുന്ന രീതികൾ എന്താണ്? ഇനിയിപ്പോൾ ഒരു 100 പേരുള്ളൊരു സിനിമയ്ക്കകത്ത് പോലും മാക്സിമം 5 പേരാണ് സ്ത്രീകളുണ്ടാവുന്നത്. അപ്പോൾ 95 പേരും പുരുഷന്മാരാണ്. അതിൽ തന്നെ 5-6 പേരായിരിക്കും ഒരു പ്രിവിലേജ്ഡ് എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം എൻജോയ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ആ സിസ്റ്റത്തിനകത്തുള്ളത്. ബാക്കി വരുന്ന ഈ 90 പേരും എന്ത് തരത്തിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത് എന്നും കൂടെയാണ് ഇനി മനുഷ്യർ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇത് സ്ത്രീകളുടെ പ്രശ്നമായിട്ടും സ്ത്രീകൾ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് അപകടം പറ്റി എന്നുള്ള രീതിയിലാണ് ഇവർ കാണുന്നതെങ്കിൽ ഇവരൊരു സമൂഹം എന്നുള്ള രീതിയിലും മനുഷ്യ ജീവിതത്തിനെ അധ്വാനത്തിനെ ഒന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ഒരു തരം അടിമ കാലഘട്ടത്തിൻ്റെ ബോധത്തിലേക്ക് പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് തൊഴിലാളി സംഘടനകളുടെ ഇടപെടൽ നമ്മളിപ്പോൾ കൃത്യമായിട്ട് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ സജിത മഠത്തിൽ പറഞ്ഞത് ഫെഫ്കയുടെ ഭാഗത്ത് നിന്നിട്ട് ഇതെങ്ങനെയാണ് നേരിടേണ്ടത്, എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ്
മെസ്സേജസ് അയക്കുന്നത്. സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരെയൊക്കെ ഫെഫ്ക അറിയിക്കുകയാണ് ഈ സിറ്റുവേഷനിൽ WCCക്കെതിരായിട്ട്. ഇപ്പം ഒരു ഘട്ടത്തിൽ ട്രോൾ ചെയ്യുന്നത് കാരവാനിലിരുന്ന് ഫേസ്ബുക്കിലൂടെ എഴുതുന്നവരാണ് WCC അംഗങ്ങളെന്നൊക്കെ പറഞ്ഞ് ട്രോളുന്ന എടുത്ത് നിന്ന് ഇപ്പോൾ ഒരു ഔട്ട്പുട്ട് റിസൾട്ടിലേക്ക് വന്നപ്പോൾ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടതെന്ന് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന രീതിയിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘടനയായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളതാണ് പരാതി പറഞ്ഞത് സജിത മഠത്തിൽ. ഇത് കേൾക്കുമ്പോൾ ഒരു തൊഴിലാളി സംഘടനയുടെ ഇത്തരത്തിലുള്ളൊരു സംഗതിയെ അവർ മനസ്സിലാക്കുന്നതാണ് പറയുന്നത്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു സംഘടനാ പരിപാടി ഇതാണോ സംഘടിപ്പിക്കൽ? ഇതില്ലെങ്കിൽ തൊഴിലാളി സംഘടനയുടെ ലക്ഷ്യം അതും ഇടതു സ്വഭാവം സൂക്ഷിക്കുന്നു എന്ന അഭിപ്രായത്തെ നാഷിക് അബുവും നിഷേധിച്ചിട്ടുണ്ട്. അത് ഇടത് പരിവേഷം മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു ഇടത് സ്വഭാവം ഇല്ലെന്ന്. ചേച്ചി എങ്ങനെയാണ് ഈ സംവിധാനത്തിൽ? അല്ല, അങ്ങനെ അവർ അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പോൾ വരുന്ന ഈ മൂവ്മെൻറ്റിനെതിരെയും ഇത്രയും വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടിനെതിരെയും അത്തരത്തിലൊരു ക്യാമ്പയിൻ അവർ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു തൊഴിലാളി വിരുദ്ധമായിട്ടുള്ളൊരു നടപടി തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ അതുമാത്രമല്ല, ഒരു ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിനോട് ഐക്യപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ളതാണ്. നമ്മൾ അതിനകത്തൊരു സാമൂഹ്യ നീതി സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ അത് ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന തൊഴിലാളി സംഘടനകൾ സ്വയം വിലയിരുത്തണം ഞങ്ങൾ ആർക്കൊപ്പമാണെന്നുള്ളത്. മൂലധന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയുടെ കുറച്ച് ആളുകൾക്കൊപ്പമാണോ അതോ ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ഒപ്പമാണോ എന്നുള്ളത് അവർ തന്നെ വിശകലനം ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ ചിലൊരു റോങ് പ്രാക്ടീസ് അവർ എടുക്കുകയാണെങ്കിൽ അതൊന്നും കുറേ കാലം പോവില്ല. കാരണം ഇതെല്ലാം റിവോൾട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, കാരണം മനുഷ്യൻ ഗതി കെടുമ്പോൾ റിവോൾട്ട് ചെയ്യും. ഈ ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെ വിധേയദാസ്യ മനോഭാവങ്ങളൊന്നും മനുഷ്യർക്ക് അധികം കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിലും ലോകത്തിലും സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മളും. അപ്പോൾ ഒരു കാലത്തിൽ നമുക്ക് ചിലൊരു ടെക്നോളജിയോട് നമ്മൾ നന്ദി പറയണം. കാരണം നമുക്ക് ചലനങ്ങളെ, ഭൂമിയിൽ നടക്കുന്ന ഒരു തരത്തിലുള്ള ചലനങ്ങളെയും മറച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നതും കൂടെ നമ്മളിനി മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ അവർ എടുക്കുന്നില്ലെങ്കിൽ, ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തികച്ചും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ളൊരു നടപടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കുറച്ച് സ്ത്രീകളെ ഒതുക്കാനാണ് അവരത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ പറയുന്ന തുറന്നു പറച്ചിലുകൾ ആണ് ഈ വാർത്തകൾക്കൊരു ഹൈപ്പ് കൊടുക്കുന്നത്. ഈ കാര്യത്തെ വളരെ കാര്യമായിട്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് എങ്ങനെയാണ് പൊതുജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ തുറന്നു പറച്ചിലുകൾ, ഇപ്പോൾ ജയസൂര്യയുടെ പേര് പറഞ്ഞ ആള് പിന്നീട് അത് നടൻ ജയസൂര്യ അല്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പം ഇതൊക്കെ ശരിക്കും നമ്മുടെ മെറിറ്റിനെ നഷ്ടപ്പെടുത്തും. അപ്പോൾ ഇയാൾ ഇങ്ങനെയല്ലേ പറഞ്ഞത്, അങ്ങനെയല്ലേ പറഞ്ഞതെന്ന് പറയുന്ന സംഭവം വരും. പക്ഷേ ഇതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല. ഇതൊരു കേന്ദ്രീകൃതമായ ഒരു പരിപാടിയല്ല. പല സ്ഥലത്ത് ഇതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയ ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ഒരു വലിയ പവർ സ്ട്രക്ചറിനെതിരെ തീരെ നിസ്സാരം എന്ന് തോന്നിക്കുന്ന, ഇത് ഇൻഡസ്ട്രിക്കകത്ത് വലിയ വോയിസ് ഒന്നും ഇല്ലാത്ത അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മനുഷ്യരല്ല വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഇത്രയും കാലത്ത് അവരുടെ അനുഭവങ്ങൾ അവരുടെ ഉള്ളിൽ ഈ പോറൽ അവർ കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു മുതലാളിക്ക് കീഴെ ഒരു കൃത്യമായ ഒരിടത്തിൽ ഒരു സ്ഥിരമായിട്ടുള്ള അംഗങ്ങളുടെ ഒരു പ്രവർത്തന മേഖലയല്ല സിനിമ. എപ്പോഴും ഇത് സെറ്റുകളും ആളുകളും പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഉണ്ടാവുന്ന ഒരു നടിക്കോ നടനോ ഉണ്ടാവുന്ന അനുഭവം വേറൊരിടത്തിൽ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ പവർ സ്ട്രാറ്റജിയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന മനുഷ്യർ ആദ്യം കണ്ടില്ല എന്ന് വെക്കുന്നത് നാളത്തെ ഒരു സിനിമ ഞങ്ങളെ രക്ഷപ്പെടുത്തും എന്നുള്ള അവരുടെ ഒരു ആഗ്രഹം കൊണ്ടും കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ നാളെ അവർ രണ്ടാമത് അനുഭവിക്കുന്ന ഒരു സിനിമയിൽ ഈ പ്രശ്നമില്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ വെൽ ട്രീറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഈ ആദ്യത്തെ അനുഭവത്തെ താൽക്കാലികമായി റദ്ദ് ചെയ്തേക്കും. അപ്പോൾ അതുകൊണ്ട് അന്നുണ്ടായ സംഭവം ഇപ്പോൾ പറയുന്നു എന്നുള്ളത് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം നിങ്ങൾ ഒരു വളരെ നിയതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെ എപ്പോഴും കൺഫ്രണ്ട് ചെയ്യേണ്ടി വരുന്ന ഒരു മാനേജ്മെൻറ്റേ ഉള്ളൂ. ആ മാനേജ്മെൻറ്റിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനകത്തെ തൊഴിലാളികളും മറ്റുള്ളവരും ആ വ്യക്തിക്ക് ഒപ്പം നിൽക്കും. മാക്സിമം ഉണ്ടാവാതെ തൊഴിലിടത്തിൽ നിന്ന് നിങ്ങൾക്ക് പോയാലും അതേ തൊഴിൽ, നിങ്ങൾ പഠിച്ച ഒരു തൊഴിൽ നിങ്ങൾക്ക് വേറൊരിടത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
പക്ഷെ സിനിമ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഇത്രയും പവർലെസ് ആയിട്ടുള്ള മനുഷ്യന്മാർ ആദ്യമേ തന്നെ ഉന്നയിച്ച് അവർ എന്നേക്കും മറ്റു സിനിമയിൽ നിന്ന് തന്നെ പുറത്തു പോവാണ്. പിന്നെ ഇത് നോ പറയലാണ് ശരി, നിങ്ങൾ വേറെ പാത്രം കഴുകാൻ പോയിക്കൂടെ? നോ, അതല്ല അതിൻ്റെ ഒരു ഉത്തരം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയും കൂടെ ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾ ഒരു സ്ത്രീ ആയി എന്നുള്ളതിൻ്റെ പുറത്ത് നിങ്ങളോട് എപ്പോഴും സെക്ഷൽ ഫേവർ ചോദിച്ചു എന്നുള്ളതിൻ്റെ പുറത്തൊക്കെ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയാണോ നമ്മളൊരു മനുഷ്യനോട് പറയേണ്ടത്? അങ്ങനെയല്ലല്ലോ. ഒരു ഫ്രജൈലായിട്ടുള്ള അതിനെ ഡീൽ ചെയ്യാൻ പറ്റാത്ത മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ? അപ്പോൾ അതിനുള്ള സാധ്യതയാണ് ഒരുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ആണും പെണ്ണും തമ്മിൽ മിണ്ടരുത്, കളിക്കരുത് അല്ല. ഞാൻ പറഞ്ഞ കുറച്ചും കൂടി വാമത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുകയും കളിയും ചിരിയും തമാശകളൊക്കെ ആയിട്ട് നിങ്ങൾ എപ്പോഴും ഈ സ്ത്രീകളെ കാണുമ്പോൾ ഈ സെക്സ് ജോക്കുകൾ മാത്രം പറയുന്നത് നിർത്തൂ. നിങ്ങൾ അവരെ എപ്പോഴും ഒരു സെക്ഷൽ ഒബ്ജക്റ്റായിട്ട് മാത്രം കാണുന്നത് നിർത്തും. അപ്പോൾ ഇത് എപ്പോഴും ഈ പെനിട്രൽ സെക്സും നടക്കണമെന്നില്ല. പക്ഷെ ഓരോ നിമിഷം ഏതെങ്കിലും സ്ത്രീകൾ അല്ലെങ്കിൽ അതിനകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും ഈ ജോക്കിലൂടെ പോകുക എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ള കാര്യമല്ല. അത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വരുന്നവർ എല്ലാവരും ഇത് മാറ്റി പറയുന്നു. അങ്ങനെ എനിക്ക് അങ്ങനത്തെ കൗണ്ടർ നറേറ്റീവ്സ് വരുമെന്ന് അറിയാമായിരുന്നു. ഇനിയിപ്പോൾ ഇതിനെ തളർത്താനും തകർത്താനും പിന്നെ ഞാൻ ചോദിച്ചാൽ ഇത് എത്രയും വലിയ ആളുകൾക്കെതിരാണ് ഈ ആരോപണങ്ങൾ പോകുന്നത്. അപ്പോൾ മേ ബി രണ്ടാമത്തെ തോട്ടിൽ അവർക്കത് വേണ്ടിയിരുന്നില്ല, പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അവർ ഞാൻ ഇനി അത് ആളെ പേര് പറയുന്നില്ല എന്ന് പറയുന്നേക്കും. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടത് ഗവൺമെൻറ് ബോഡിയുടെ മുന്നിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ എന്നുള്ളത് പോലെയാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഈ സ്ത്രീകൾ പോയി അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനെ മുഖവിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം. അല്ലാതെ അവർ തിരിച്ച് സ്ട്രെസ്സിൽ നിർത്തല്ല. ഈ സ്ത്രീകളുടെ ഒരു ജേണിക്കകത്ത് 10-15 വർഷത്തെ അവരുടെ യാത്രയ്ക്കിടയിൽ അവർ തൊഴിലിടത്തിൽ നിന്ന് അനുഭവിച്ച പല വിധത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ, അബ്യൂസുകൾ അവർ പറയുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കുകയും അവിടെ ഒരു എന്താ പറയണ്ടേ ക്ലെൻസിങ് പ്രോസസ്സ് എന്താണ് ഗവൺമെൻറ് തലത്തിൽ വേണ്ടത്, എന്ത് റൂൾസും റെഗുലേഷൻസാണ് കൊണ്ടുവരേണ്ടത് എന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇതിൻ്റെ ഇത്തരത്തിലുള്ള മറ്റു വളരെ ഫെരിഫറലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവന്ന് ഇതിനെ മൊത്തം റദ്ദ് ചെയ്യുന്ന ഒരു നറേറ്റീവ് ഒന്നും എന്തായാലും നമുക്ക് സ്വീകാര്യമല്ല. ഇപ്പൊ ഗായിക ഗൗരി ലക്ഷ്മി പറയുമ്പോൾ അയാളുടെ മൈനറായിട്ടിരുന്ന അവസ്ഥയിൽ പോക്സോ ആയി എടുക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ അയാൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്രയും നിരാശാജനകമാണ് ഈ ഗ്രൂപ്പ് എന്നുള്ള മനസ്സിലാക്കൽ. അതൊരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഗതിയല്ലേ ചേച്ചി? തീർച്ചയായിട്ടും അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് തന്നെ ബാലവേശികളും കൂടിയുള്ള ഒരു സമൂഹമാണ്. ആർക്കാണ് അതിൽ കൺസേൺ? 1.5 ലക്ഷത്തിലേറെ 50 അല്ലേ, അത്രയും കുട്ടികൾ തന്നെ സെക്സ് ട്രാഫിക്കിങ്ങിൽ പെടുന്ന ഒരു ലോകത്താണ് നമ്മളിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ഇത്തരത്തിൽ അപജയം വന്നൊരു സമൂഹത്തിനകത്ത് സിനിമ മാത്രം നന്നായിരിക്കണം എന്നുള്ള വാശിയും ശരിയല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും നിലനിൽക്കുന്ന സ്പേസുകളാണ്. അപ്പം നിങ്ങൾ ഇരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മൂല്യവും മൂല്യച്യുതികളും ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഇതിനെ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ പവർ ഹൈറാർക്കി അത്ര അധികമാണ്. ആരും അവിടെ കൺട്രോൾ ചെയ്യാനില്ല. ഈ പവർ സ്ട്രക്ചറിനെതിരെ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ നമ്മളെ പരാതിയാണോ കേൾക്കുക? പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഞോണ്ടി പിച്ചി എന്നൊക്കെയാണ് ഇവർക്കിത് തോന്നുന്നത്. അതല്ലാതെ എന്താ സ്വന്തം ഡിഗ്നിറ്റിയെ ബാധിക്കുന്നുണ്ട്, ഇവർക്ക് ട്രോമ ഉണ്ടാകുന്നുണ്ടെന്നൊന്നും അവർ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, അതിലും മോശമായ സമൂഹമാണ് പുറത്ത് നിൽക്കുന്നത്. അത് ഇത്രയും വലിയ കാര്യം നടക്കണം. അത് ഇവിടെ വന്നെന്താ 3 നേരം ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെ ചോദിച്ചു കളയും. അല്ലെങ്കിൽ സിനിമയിലൊക്കെ നിനക്ക് അഭിനയിക്കാൻ പറ്റില്ല, അതന്നെ വലിയ ഭാഗ്യമല്ലേ? അല്ലെങ്കിൽ നടന്മാരെ കാണാൻ പറ്റിയില്ല, അതൊരു ഭാഗ്യമല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതായത് ഹെലികോപ്റ്റർ കാണിച്ചിട്ട് വോട്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ബീഹാറിൻ്റെ വേറെ തരം അവസ്ഥകൾ ഇൻഡസ്ട്രിയിൽ അത്രയും ഫ്യൂഡൽ ബോധം ഉള്ളത് കൊണ്ട് നിൽക്കുന്നു. നിർഭാഗ്യവശാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഈ ഫ്യൂഡൽ ഘടന കുറേം കൂടി ഉള്ളതെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു ദാസ്യവിധേയ മനോഭാവങ്ങൾ, ഇത്രയ്ക്കും ഡിഗ്നിഫൈഡ് അല്ലാതെ മനുഷ്യനോട് പെരുമാറുന്ന ഇടങ്ങളൊക്കെ കുറച്ചും കൂടി അധികം ആ തൊഴിൽ മേഖലയിലുണ്ടെന്ന് സമ്മതിക്കാതെ വയ്യ. ജാതിയുടെ പുറത്താണെങ്കിൽ അപ്പം നമ്മൾക്ക് ഇതെന്ന് വെച്ചാൽ ഈ ജാതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിലുണ്ടെന്നേ. വെറുതെ ആണ് ആ കുട്ടി എന്നിട്ട് പറഞ്ഞത് ഞാൻ അതിന് ജാതി മതമൊന്നുമില്ല, പക്ഷെ അതിനൊരു വെയിറ്റേജ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്പ്യാരെന്നുള്ള പേര് വെക്കണമെന്നൊക്കെ പറയുന്നത് അത്ര നിഷ്കളങ്കമല്ല. അത് ജാതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്.
അല്ലെങ്കിൽ വേറെ ഒരാൾ ഞാനങ്ങനെ ജാതി മതം ഉണ്ടെന്ന് നോക്കിയിട്ടൊന്നുമല്ല മേനോൻ വാല് വെക്കുന്നതെന്നൊക്കെ അവർ പറയുമ്പോൾ അതൊന്നും നിഷ്കളങ്കല്ല, അതിനൊരു വെയിറ്റേജ് ഉണ്ട് അല്ലേ? പുലയെന്നും ചോനെന്നും പറയുന്നു വെക്കുന്നേക്കാളും വെയിറ്റേജ് ഇല്ലേ അവിടെ? അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ ആദ്യം എക്നോളേജ് ചെയ്യണം. ഘടനാപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്, അത് കുറച്ചും കൂടി രൂക്ഷമായിട്ട് ഇൻഡസ്ട്രിക്കകത്തുണ്ട് എന്ന് എക്നോളജ് ചെയ്യുന്നിടത്ത് നമുക്കൊരു പരിഷ്കൃത സമൂഹം എങ്ങനെയായിരിക്കണം എന്ന ചിന്തയിലേക്ക് പോകാൻ പറ്റും. നിർഭാഗ്യവശാൽ അത് ഇല്ല എന്ന് സമർത്ഥിക്കാനുള്ള ഒരു തത്രപ്പാടുകളാണ് അവരെ തന്നെ അപകടത്തിൽ പെടുത്തിയത്. പക്ഷേ ഇത് സിനിമ കാണാൻ പൈസ വേണം. അപ്പോൾ ഇപ്പോൾ കാശുള്ളവർക്കാണ് വിനോദ ഉപാധിയെ കൂടുതൽ ആശ്രയിക്കാൻ കഴിയുക. ഇപ്പം പാവപ്പെട്ടവരും ഈ പറയുന്ന കാശ് ഉണ്ടാക്കി വെച്ച് സിനിമ കാണും. പക്ഷേ എങ്കിലും അത് ഫോക്കസ് ചെയ്യുന്നത് ഇത്ര രൂപ ഉള്ളവർക്കാണ് ഇത് കാണാൻ പറ്റുക. അത് ആ എൻ്റർടൈൻമെൻറ്റ് ഏരിയ തന്നെ അത്തരത്തിലുള്ളൊരു സംഗതിയാണ് അപ്പോഴും അതിൻ്റെ കണ്ടന്റ് ആക്കാൻ ശ്രമിക്കാറുള്ളത്. കണ്ടന്റ് ചിലതൊക്കെ മോഹിപ്പിക്കുന്ന കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും സാധാരണക്കാരൻ ഇത് കാണുക. നമ്മുടെ സിനിമയുടെ, മലയാള സിനിമയുടെ വിഷയങ്ങൾ പലപ്പോഴും അത്തരത്തിലായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു 99% പ്രണയ സിനിമകളിൽ തന്നെ നിൽക്കുന്നത് യങ്സ്റ്റേഴ്സ് ഇത് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ചെറിയ ഡീവിയേഷൻസോ ചില തരത്തിലുള്ള പടങ്ങളോ ഒക്കെ നമുക്ക് ഉണ്ടായി പോകുന്നത്. പക്ഷെ അതൊരു പൊതു സ്വഭാവമല്ല. ഇതൊക്കെ സിനിമയുടെ ഗ്ലാമർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ഗ്ലാമർ ആഗ്രഹിച്ചാണ് പലരും ഈ സിനിമയ്ക്കുള്ളിലേക്ക് വരുന്നതും, ഇല്ലെങ്കിൽ ചില ആശയങ്ങൾ പറയാൻ വേണ്ടിയിട്ടും ആൾക്കാർ വരുന്നുണ്ട്. ഈ ഒരു പൊതു സ്വഭാവം, സിനിമയുടെ പൊതു സ്വഭാവം ഈ പറയുന്ന ഏരിയയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വായിക്കാൻ കൂടി ആ ഒരു പൊതു സ്വഭാവത്തെ കൂടി ചേച്ചി ഇപ്പം വിലയിരുത്തണ്ടേ? നമ്മൾ കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലം എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളധികം ഒരു മിഡിൽ ക്ലാസ് കൾച്ചർ തന്നെ ഉള്ളവർ തന്നെയാണ്. അതിപ്പോൾ വർക്കിംഗ് ക്ലാസ് ആയിരിക്കുന്ന ഒരാൾക്ക് പോലും മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു കൾച്ചറുണ്ട്. അത് വേറെ തന്നെയാണ്. ആ സ്വഭാവം അധികമുള്ളവരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ അവിടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കാതലായ പ്രശ്നങ്ങളെ, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാകുമ്പോൾ കുറേ വർഷങ്ങളായിട്ട് മലയാളത്തിലെ മെയിൻ സ്ട്രീമിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം, അത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് എടുക്കുന്ന പോലുമില്ല. ഇനി ഒന്നും വേണ്ട, മനുഷ്യബന്ധങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള കാതലായ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്ന സിനിമകളാണ് ത്രില്ലർ ജോണറിലാണ് നമ്മുടെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനാണ്. ഇതല്ലാത്ത വേറൊരു പ്രശ്നം നമ്മുടെ സൊസൈറ്റിക്ക് ഇല്ലേ? അപ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊന്നും ഇത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആണെന്ന് പറയുകയും പക്ഷേ ഞാൻ പറയുക വെച്ചാൽ ഈ തൊഴിലാളികൾ അടങ്ങുന്ന മനുഷ്യരും കൂടി പോയിട്ടാണ് ബോക്സ് ഓഫീസുകൾ ഉണ്ടാക്കുന്നത്. എല്ലാവരും വീട്ടിലിരുന്ന് സിനിമ കാണാൻ തുടങ്ങി കഴിഞ്ഞ് തിയേറ്ററൊക്കെ പൂട്ടി പോകേണ്ടി വരും. ഓൾറെഡി തന്നെ സി ക്ലാസ് തിയേറ്റർ, ബി ക്ലാസ് തിയേറ്ററൊക്കെ നമ്മളതിന്ന് പോയി കഴിഞ്ഞു. ഇപ്പോൾ PVR പോലെയുള്ളതോ സിനിപോളിസിസ് പോലെയുള്ള തിയേറ്ററുകളേ ഉള്ളൂ. അതായത് 100, 150, 200 പേരൊക്കെ ഇരുന്ന് കാണാവുന്ന തിയേറ്ററുകളിലേക്ക് അത് ചുരുങ്ങി. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ മനുഷ്യർ ഈ കാലത്ത് ഡിജിറ്റലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഭാഗ്യത്തിന് ഡാറ്റ അവൈലബിൾ ആയതുകൊണ്ട് എല്ലാം സിനിമയാവണം. നമ്മൾ തന്നെ ഇറ്റ്സെൽഫ് എ കോണ്ടൻ്റാണ്. നമ്മൾ തന്നെ റീൽസിലൂടെ ഒരു സിനിമകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ എൻഗേജ്മെൻറ്റുകൾ, എൻ്റർടൈൻമെൻറ്റുകൾ മാത്രമായിട്ട് ചുരുങ്ങുമ്പോൾ സിനിമയെക്കുറിച്ച് ഗൗരവമായ ആലോചനകൾ സിനിമാ മേഖലയിൽ നിന്ന് ഇല്ലാതായി. ഇത് വെറും ഇൻഡസ്ട്രി ആണെന്നും പണമാണ് അതിൽ നിന്ന് കിട്ടേണ്ടത് എന്ന് പറയുമ്പോൾ കല എന്നുള്ളൊരു സംഗതി ഇതിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ട് സമൂഹത്തിന് ചെയ്യേണ്ടിയിരുന്ന മിനിമം ഉത്തരവാദിത്തങ്ങൾ പോലും സിനിമയ്ക്ക് ഇല്ലാതായി എന്നുള്ളൊരു രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. അത് ഗുണം ചെയ്യില്ല, ഇൻ ഫ്യൂച്ചറിൽ അത് ഗുണം ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പല ലെയറിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകൻ്റെ മുന്നിലെത്തുന്നതേ പ്രേക്ഷകന് കാണാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ഞാൻ ആലോചിക്കേണ്ടത് നമ്മൾ ഒരു ആഴ്ചയിൽ എത്ര പടം ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ് മിനിമം. ഇത്രയും പടങ്ങൾ കാണാനുള്ള സാമ്പത്തിക ശേഷി ഇന്ന് നമ്മുടെ ജനതയ്ക്ക് ഉണ്ടോ? കാരണം ഇൻഫ്ലേഷൻ കൂടുകയും തൊഴിൽ കുറയുകയും തൊഴിൽ സാധ്യതകൾ കുറയുകയും അങ്ങനെ മൊത്തത്തിലൊരു പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തൊരു സമൂഹമായിട്ടും കൂടി കേരളം മാറുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയാണ് ഇനി നമുക്ക് എല്ലാം കൊണ്ട് ആണോ? ഈ റീസെൻ്റ്ലി വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സ് ആരും ഒന്നും ഗെയിൻ ചെയ്തിട്ടില്ല. 100-200 പടങ്ങൾ ഉണ്ടാകുമ്പോൾ 10 പടമൊക്കെയാണ് മാക്സിമം എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത് അവർ തന്നെ പറയുന്നത് അതെല്ലാം ഇല്യൂഷനാണെന്ന് പറയുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്തതും അതിന് പുറകിൽ നടന്നതും സ്പെൻഡ് ചെയ്തതും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അനൂപനും പറയണ്ടായിരുന്നു, നമ്മളൊരു പടം തിയേറ്ററിൽ എത്തിക്കാനായിട്ട് ഒരു സിനിമ എടുക്കേണ്ട അത്ര തന്നെ കാശ് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. എന്നിട്ടും നിർഭാഗ്യം എന്ന് വെച്ചാൽ ഇത് എല്ലാം എന്താ പറയണ്ടേ, നമ്മൾ ബുക്ക് മൈ ഷോയിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇത്രയും ബുക്ക്ഡ് ആണെന്ന്. പക്ഷേ
തിയേറ്ററിനകത്ത് വരുമ്പോൾ 10-12 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു വളരെ ദുരന്തപൂർണമായൊരു പിക്ചർ അങ്ങനത്തെ ഒരു നടനും നിർമ്മാതാവും സംവിധായകനും എഴുത്തുകാരനും ഒക്കെ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ വെറുതെ പുകമറി ഉണ്ടാക്കി ഇത് ഇത്രയും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രം കിട്ടുന്ന എന്തുമാത്രം നികുതികളുണ്ട്, നമ്മൾ എത്ര കാശ് കൊടുക്കുന്നത്. ഇന്ന് മിനിമം PVR-ലൊക്കെ പോയി ഒരു സിനിമ കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് 160 രൂപ ഒരാൾക്ക് വേണ്ടേ. അപ്പോൾ അതൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് മനുഷ്യരുടെ അധ്വാനത്തെ അതുപോലെ കാണികളെ ഇത് മിഡിൽ ക്ലാസ്സിൻ്റെ പ്രശ്നങ്ങളാണ് അങ്ങനെയൊന്നും കാണുന്നതിൽ യാതൊരു മീനിങ്ങും ഇല്ല കേട്ടോ.